hot man. Yes, hot. But not easy. പ്രണയമാണോ പരിശുദ്ധവും തീവ്രവുമായ Why are you laughing? എങ്ങനെ ചിരിക്കാതിരിക്കും JP? തന്റെ ബിസിനസ്സുകളിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്നും പ്രണയം തന്നെയാണെന്ന് ഒരിക്കൽ കൂടി താൻ തെളിയിച്ചിരിക്കുന്നു. യെസ്, പക്ഷേ ഇവൾ ഞാൻ ഇന്നുവരെ കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും ലവബിൾ, ഏറ്റവും ഹോട്ട്. ഇത് നമ്മൾ ഉറപ്പിക്കുന്നു. കുരുവിളയുടെ ഡീല് സെറ്റിൽ ചെയ്യാനുള്ള മുഴുവൻ എമൗണ്ടും കമ്പനി നിങ്ങൾക്ക് തരും. ഇവളാണ് അതിനുള്ള ഗ്യാരണ്ടി. എന്ന്, എപ്പോ, എവിടെ? സമയവും സന്ദർഭവും ഒത്തുവരുന്ന ഒരു ദിവസം JP വാക്കുമാറ്റില്ല. എന്തോ അത്യാവശ്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതുവരെ താനൊന്നും മിണ്ടിയില്ല. എനിക്ക് എന്റെ ചേച്ചിയുടെ മുഖത്ത് നോക്കാൻ കഴിയുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല. കുറ്റബോധം കൊണ്ട് എന്റെ മനസ്സ് നീറുക. എന്താ മായ ഇത്? അത്രയ്ക്ക് വലിയ കാര്യമാണോ ഇതൊക്കെ? അല്ലേ, ഒരു പെണ്ണിന് ഏറ്റവും വലുത് അവളുടെ മാനമാണെന്ന സത്യം ഞാൻ മറന്നുപോയി. എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുന്നു. അതിനിപ്പോ ഒന്നും സംഭവിച്ചില്ലല്ലോ. ഇത്ര സില്ലിയാവല്ലേ താൻ? ഞാനൊരു നാട്ടുംപുറത്തുകാരി പെണ്ണ. എനിക്ക് എങ്ങനെയാണ് ജീവിക്കാൻ വയ്യ. മായ പ്ലീസ്, ഞാനിപ്പോ എന്താ വേണ്ടേ? എന്നെ വിവാഹം കഴിക്കണം. എന്നോട് പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ ഈ വിവാഹം നടക്കണം. ഇല്ലെങ്കിൽ അവസാനിപ്പിക്കും ഞാനെല്ലാം. എന്താടാ? ഇപ്പൊ ഈ നിമിഷം നിന്റെ കഴുത്തി താലി കെട്ടാൻ ഞാൻ തയ്യാറാണ്. അതുപോലെ എന്തു പറ്റി? ഒന്നുമില്ല. ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ. Richard, everything is okay. മായ, നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. സത്യം പറഞ്ഞാൽ ഒരു വിവാഹം അല്പം പോലും ഞാൻ ആഗ്രഹിച്ചതല്ല. പക്ഷെ നിന്റെ സന്തോഷം അതിനേക്കാൾ വലുതല്ല എനിക്കും. ഒരു നിമിഷം. ഹലോ. യെസ് മായ, ഇത് റിച്ചാർഡ്, എന്റെ പാർട്ണറാണ്. നമ്മുടെ വിവാഹത്തിന്റെ ഒന്നാം സാക്ഷി. ഹായ് മായ. ഹായ്. JP, എനിക്ക് ഇഷ്ടപ്പെട്ടു. തനി നാട്ടിൻ പുറത്തുകാരി. തന്റെ സെലക്ഷൻ കൊള്ളാം. റിച്ചാർഡ്, താങ്ക് യു. പ്രേമൻ എവിടെ? അവൻ നാളത്തെ കാര്യങ്ങളൊക്കെ ഒരുക്കാനുള്ള ഓട്ടത്തിലാ. രാവിലെ 11 മണിക്കാ രജിസ്റ്റർ മാരേജ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. പിന്നെ വൈകിട്ട് 4 മണിക്ക് ചെറിയൊരു റിസപ്ഷൻ ഹോട്ടൽ ഗ്രാൻഡ് പാർക്കിൽ. നമ്മൾ ഫ്രണ്ട്സ് മാത്രം. അത്രയെങ്കിലും വേണ്ടേ ഈ JPയുടെ മാരേജിന്? അതില്ലെങ്കിൽ പിന്നെ എന്ത് കല്യാണം? താൻ ഭാഗ്യവാനാടോ JP. ഇത്രയും സൗന്ദര്യമുള്ളൊരു പെൺകുട്ടിയെ സ്വന്തമായി കിട്ടിയില്ലേ? ഇത് കഴിയുമ്പോൾ എന്റെ വക ഒരു പാർട്ടിയുണ്ട് രണ്ടാൾക്കും.
എനിവേ മൈ കൺഗ്രാറ്റ്സ് ഇൻ അഡ്വാൻസ്. താങ്ക് യു. ഹലോ. എപ്പോ? എവിടെ വെച്ച്? ദാ, ഞാൻ ഉടനെ എത്തി. എന്ത് പറ്റി JP? നമ്മുടെ പ്രേമന്റെ വണ്ടി ആക്സിഡന്റ് ആയി. ഞാനൊന്ന് ഹോസ്പിറ്റൽ വരെ പോയിട്ട് വരാം. ഞാനും കൂടെ വരാം. വേണ്ട, 1 മണിക്കൂറിനുള്ളിൽ ഞാൻ തിരിച്ചെത്താം. ഞാനിവിടെ ഒറ്റയ്ക്ക്. ഏയ്, കൂൾ മായ, കൂൾ. റിച്ചാർഡ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. നിങ്ങൾ തമ്മിൽ സംസാരിച്ചിരിക്കുക, ഞാൻ പെട്ടെന്ന് ഇങ്ങെത്താം. മാത്രമല്ല, ഹോസ്പിറ്റലിൽ ഒരുപാട് പേരുണ്ടാവും. പെട്ടെന്ന് ഞാൻ നിന്നെ കൊണ്ട് പബ്ലിക്കായി പ്രത്യക്ഷപ്പെട്ട ചിലപ്പോൾ അത് നമ്മുടെ വിവാഹത്തെ വരെ ബാധിക്കും. ഒന്നും പേടിക്കാനില്ല, ഞാൻ ഉടനെ ഇങ്ങെത്താം. റിച്ചാർഡ്, ടേക്ക് കെയർ. I will take care, JP. റിച്ചാർഡ്, ഫയർ ഈസ് ഇൻ ലാപ്ടോപ്പ്. Okay. ഓക്കെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അന്ത്യബലിയുടെ ആൾത്താരയിൽ അവൾക്കിന്ന് ജ്ഞാനസ്നാനം. പാവം പെണ്ണ്, പക്ഷെ നീ കുടുങ്ങിപ്പോയെന്ന് ഞാൻ കരുതിയേ. കൊള്ളാം, കുടുങ്ങാൻ, അതും ഈ ഞാൻ. ഒരു കണ്ണീരിലും ഇന്നുവരെ കുടുങ്ങിപ്പോയിട്ടില്ലടാ ഈ JP. അവള് പാവമാ, എനിക്കറിയാം. എനിക്ക് വേറെ വഴിയില്ല. വിവാഹത്തിന്റെ കെണിയിൽ അവൾ എന്നെ കുടുക്കാൻ നോക്കി. പക്ഷെ റിച്ചാർഡിന്റെ മുമ്പില് അവളെ ഞാൻ കുടുക്കി. ഒരു വെടിക്ക് 2 പക്ഷിയല്ലേ, ഭാഗ്യവാനാ. യെസ്, ഇനി അവൾക്ക് എന്നോട് വിവാഹത്തിന്റെ കാര്യം പറയാൻ പറ്റില്ല. പിന്നെ റിച്ചാർഡ് എന്ന കഴുകൻ കണ്ണുള്ള ബിസിനസ്സുകാരൻ, അവൻ ഇനി നമ്മുടെ താളത്തിന് തുള്ളും. കോടികൾ 1ഉം 2ഉം അല്ലടാ, 1000കണക്കിനാ നമ്മുടെ കയ്യിലേക്ക് വരാൻ പോകും. വരരുത്, എന്റെ അടുത്തേക്ക് വരരുത്. നാളെ ഞങ്ങളുടെ കല്യാണോ? സ്വന്തം സുഹൃത്തിന്റെ ഭാര്യയാകാൻ പോകുന്ന പെണ്ണിനോട് ഇങ്ങനൊന്നും പെരുമാറരുത്. ഇത് ചതിയാ, ഇത് ചതിയാ.